ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ ഓണ ദിവസം രാവിലെ തന്നെ നമ്മൾ അത്തപ്പൂടായിരിക്കുകയാണ്. ഞാനും എൻ്റെ ചേട്ടൻ അശ്വിനും കൂടെ നമ്മൾ ഓൾമോസ്റ്റ് ഇട്ട് ഗൈസ്. മമ്മിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് മമ്മി വന്നില്ല. എന്താ നമ്മുടെ സദ്യ കഴിക്കാനായിട്ടുള്ള സമയമായി. ഞാൻ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു കറി ഉണ്ടാക്കുമെന്ന് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞായിരുന്നു. അതിന് എനിക്ക് സമയം കിട്ടിയില്ല. ഉണ്ടാക്കി സംഭവം ഞാൻ ഉണ്ടാക്കിയതാണ്. സർപ്രൈസ് ഞാൻ പിന്നെ കാണിച്ചുതരാം. നമ്മൾ അത്തപ്പൂ വീടിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സദ്യ കഴിക്കുന്നതായിട്ടാണ്, രുചിക്കുന്നതായിട്ടാണ് എടുക്കുന്നത്. കമൺ ഗൈസ്, നമുക്ക് ഒരുമിച്ച് സദ്യ കഴിക്കാം. കമൺ. ഞാൻ എന്താ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് നമ്മുടെ ഈ പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പച്ചടി പോലെ കഴിഞ്ഞിട്ട് എന്റെ ഒരു കൈ സഹായം പായസത്തിലുണ്ടായിരുന്നു. പായസം എല്ലാരും കുടിച്ചു കുടിച്ച് മൊത്തടിച്ച് തിറ്റായിരിക്കുകയാണ്. പപ്പടമൊക്കെ ആയിട്ട് കഴിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ പപ്പടം കൂട്ടി കഴിക്കാൻ പറ്റും. കാരണം പരിപ്പിലൂടെ നമ്മൾ പപ്പടം ഉപയോഗിക്കാറുണ്ട്. പിന്നെ രണ്ടാമത് പപ്പടം വരുമ്പോ എനിക്ക് ചിലപ്പോ കിട്ടാറില്ല. സോ നമുക്കൊന്നുകൂടെ പാചകം. എനിക്ക് എന്താ വേണ്ടത്? ഗൈസ്, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും അമ്മച്ചിക്ക് ഈ സാരി മാത്രമേ ഉള്ളൂ എന്ന്. നമ്മൾ ഓണമായിട്ട് അമ്മച്ചിക്ക് സാരി എടുത്തു കൊടുത്തതാണ് ചിച്ചുച്ച. എന്നിട്ട് എന്ത് ചെയ്യാ, സാരി ഉടുത്ത് വരാൻ ഞാൻ പറഞ്ഞത്. ഉണ്ണിച്ചാള ബർത്ത്ഡേക്ക് ഇതായിരുന്നു അല്ലേ ഗൈസ്? ഉണ്ണിച്ചാളെ അമ്മച്ചിയുടെ ബർത്ത്ഡേക്ക് ഇതായിരുന്നു. എല്ലാരും എന്റെ മോളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അതെ, പറഞ്ഞു പറയിപ്പിച്ചല്ല കേട്ടോ. അല്ലേ അമ്മച്ചി? അല്ലല്ലേ? ഗൈസ്, നിങ്ങൾക്കും ഇങ്ങനൊരു അമ്മയുണ്ടോ? സാരി ഉടുക്കാൻ പറഞ്ഞാൽ സാരി ഉടുക്കാൻ മടിയെന്ന് പറഞ്ഞാൽ എല്ലാരും സദ്യ കഴിച്ച് അവിടെ ഇവിടെ മാണ്ട് കിടക്കുകയാണ്. നമ്മുടെ സദ്യക്ക് നമ്മുടെ പായസം, അതായത് എന്റെ പായസവും എന്റെ പച്ചടിയായിരുന്നു ഹൈലൈറ്റ് ഗൈസ്. എന്ത് ചെയ്യാനാണ്. സോ ഗൈസ്, നമ്മൾ ഓണ സദ്യയൊക്കെ കഴിച്ച് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ഓണ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നല്ലൊരു വ്ലോഗായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ എല്ലാവരുടെയും വക ഹാപ്പി ഓണം.